സെക്കൻഡുകൾ വർഷങ്ങളായി മാറുന്നത് നാം അറിയുന്നേയില്ല. കറുത്ത മുടികൾ നരച്ചു തുടങ്ങുന്നു. ചർമ്മത്തിൽ ചുളിവുകൾ വീണു തുടങ്ങി. കാലം അതിവേഗം നമ്മയും കൊണ്ട് യാത്ര നടത്തുകയാണ്. ചുമരിൽ തൂങ്ങിയാടുന്ന കലണ്ടറിലെ ഏതോ ഒരു തീയതി വരെ ഈ യാത്ര തുടരും. അന്ന് ക്ഷണിക്കാതെ എത്തുന്ന അതിഥി നമ്മെ പിടിച്ചിറക്കിക്കൊണ്ടുപോകും. ഇതിന്റെ ദിവസം, സമയം, സ്ഥലം ഒന്നും ഒരാൾക്കും അറിയില്ല. പക്ഷേ മരണമെന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് സർവരും വിധേയമാകും. തീർച്ച. وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. അപ്പോൾ ആർ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. സുഹൃത്തെ, എങ്കിൽ ഇരുട്ടിൽ തെളിഞ്ഞു കത്തി എരിഞ്ഞു തീരുന്ന മെഴുകുതിരി പോലെയല്ലേ നമ്മുടെ ജീവിതവും? ഭൂമിയിൽ ഓരോ നിമിഷവും 1000 ജന്മങ്ങൾ നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നു. അതിൽ കൈക്കുഞ്ഞു മുതൽ വയോവൃദ്ധൻ വരെയുണ്ട്. നിശ്ചയിക്കപ്പെട്ട നേരം തെറ്റാതെ മോഹങ്ങളുടെ അന്തകൻ എത്തിച്ചേരുന്നു. മരണത്തിന്റെ കൈകളിൽ നിന്ന് ആത്മാവിനെ തിരിച്ചുകൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. എന്നാൽ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാകാത്തത്? നിങ്ങൾ അന്നേരത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. നാം ആണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കാളും അടുത്തവൻ. പക്ഷേ നിങ്ങൾ കണ്ടറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ദൈവിക നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കെന്തുകൊണ്ട് ജീവൻ മടക്കി എടുക്കാനാവുന്നില്ല? നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. അവസാനം പൊതുദർശനത്തിന് വെച്ച താങ്കളുടെ നിശ്ചലമേനി നിറമിഴികൾ കണ്ടുതീരുമ്പോൾ, സാവകാശം അത് വീടിന്റെ ഗേറ്റ് കടക്കുമ്പോൾ, നീണ്ട വർഷങ്ങൾ കൊണ്ട് നേടിയതെല്ലാം മറ്റു ചിലരുടേതായിത്തീർന്നു. വീട്, പറമ്പ്, വാഹനം, ബാങ്ക് ബാലൻസ് തുടങ്ങിയെല്ലാം ചിലപ്പോൾ കൂടെ ഉറങ്ങിയ ഇണ പോലും. പാതയോരങ്ങളിലൂടെ പതിയെ താങ്കളുടെ നിശ്ചല ശരീരം ചുമലിൽ വഹിച്ചു നീങ്ങുന്ന മക്കൾക്കും ബന്ധുക്കൾക്കുമായി പലതും താങ്കൾ ബാക്കിവെച്ചു. തലമുറകൾക്ക് ഉല്ലസിച്ച് ജീവിക്കാനുള്ളത് നാം സമ്പാദിച്ചുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ 3 കഷ്ണം പരുത്തിത്തുണിയല്ലാതെ ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട് സഹോദര? يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ.
നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക. തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. മരണത്തോടെ അനശ്വര ജീവിതത്തിന്റെ തുടക്കമാവുകയാണ്. കുറ്റിച്ചെടികൾക്കിടയിൽ, കല്ലറയിൽ, 3 കഷ്ണം തുണിയിൽ, ചെറിയ ഒരു ചാലിൽ ചെരിഞ്ഞു കിടക്കുന്നു. കൂട്ടിന് ഇരുട്ടു മാത്രം. ജീവിതഘട്ടങ്ങളിലെ കർമ്മങ്ങൾക്കനുസരിച്ച സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇനി ഇസ്രാഫീൽ വിളിച്ചുണർത്തുന്നതുവരെ ഇവിടെ കഴിയുക തന്നെ. ഒന്നുകിൽ അവർണ്ണനീയ ആനന്ദങ്ങളുടെ സ്വർഗലോകം കണ്ട്, അല്ലെങ്കിൽ കൊടും ശിക്ഷകളുടെ നരകത്തീ കണ്ട്. ഇതൊന്നും ഓർക്കാൻ ഒരാൾക്കും അവസരം ലഭിക്കുന്നില്ല. കുതിച്ചോടുകയാണ് മനുഷ്യൻ. കുടിലും കൊട്ടാരവും നാടും നഗരവും ചെറിയവരും വലിയവരുമെല്ലാം തിരക്കിലാണ്. നൈമിഷികതകളിൽ സ്വയം ലയിച്ച് മനുഷ്യൻ ആമോദിക്കുന്നു. മരണം വാതിൽ തുറക്കുന്ന ജീവിതഘട്ടം മുന്നിൽ കണ്ട് ഇവിടെ അസ്വസ്ഥരാകുന്നതാരാണ്? പഠിച്ചും ചിന്തിച്ചും എത്ര പേർ തീരുമാനമെടുക്കുന്നു? ഭൗതിക വിഷയങ്ങളുടെ പഠനം, സ്വന്തം ജീവിതമാർഗം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന തെളിഞ്ഞ ബുദ്ധി സ്വർഗത്തിന്റെ അജണ്ടയ്ക്ക് കൂടി വിനിയോഗിക്കാൻ നാം തയ്യാറാകണം. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَّا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَّا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَّا يَسْمَعُونَ بِهَا أُولَئِكَ كَالْأَنْعَامِ بَلْ هُمْ أَضَلُّ أُولَئِكَ هُمُ الْغَافِلُونَ. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ച് അവർ കണ്ടറിയുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ച് അവർ കേട്ട് മനസ്സിലാക്കുകയില്ല. അവർ കാലികളെപ്പോലെയാകുന്നു. അല്ല, അവരാണ് കൂടുതൽ പിഴച്ചവർ. അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ.